നമസ്കാരം. ഇന്നലെ യുഎസ് വിപണികളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.14%, എസ്&പി 500 0.44%, നാസ്ഡാക്ക് 0.7% അപ്പായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അമേരിക്കയിലെ ഇൻഡെക്സുകളെല്ലാം ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ്മാൻ സാക്സ് എസ്&പി 500ന്റെ ടാർഗറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റിവിറ്റിയാണ്. മറ്റൊന്ന് എൻവിഡിയ ഓപ്പൺ എഐയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻവിഡിയ ഇതിനു മുമ്പ് ഇന്റലിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആപ്പിളിന്റെ ടാർഗറ്റ് പല ബ്രോക്കിംഗ് ഹൗസുകളും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഡെക്സിനെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ഒന്നാണ്. അപ്പോൾ പൊതുവെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ഹൈ ലെവലിലാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തത്. ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ GSTയുടെ റീഫോംസ് നിലവിൽ വന്നത് സെപ്റ്റംബർ 22-ാം തീയതിയാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടെങ്കിലും അമേരിക്കയിലെ താരിഫും ട്രംപിന്റെ പല ഡിസിഷൻസും ഇന്ത്യൻ മാർക്കറ്റിനെ പൊതുവെ അപ്സൈഡിലേക്ക് അധികം പോകുന്നതിനുള്ള അത് റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട് ഉള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പീയൂഷ് ഗോയലിന്റെ ടീം അമേരിക്കയിൽ പോയി ട്രേഡ് താരിഫിനെ പറ്റി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. H1B വിസയുടെ ഫീസ് ഇൻക്രീസ് ചെയ്തതായിട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് IT കമ്പനികളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു. കൂടാതെ റിലയൻസും അപ്രതീക്ഷിതമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതോടുകൂടി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം നല്ല രീതിയിലുള്ള മൈനസിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ലെവലിൽ കാണുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എങ്കിൽ പോലും ഈ താരിഫ് റിലേറ്റഡ് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറുന്നതിന് അത് ഇടയാക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനുള്ള H1 വിസയിൽ നിലവിലുള്ള അവസ്ഥ തന്നെ തുടരും. അതായത് കാര്യമായി ഫീസ് വർധനോ ഇല്ല എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. അത് ആ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ IT കമ്പനികളാണ് H1B വിസ അപ്ലൈ ചെയ്യുന്നത്. 70%ഓളം ഇന്ത്യക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു പക്ഷേ ഈ താരിഫ് റിലേറ്റഡ് ചർച്ചകൾ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് പ്രധാനമായിട്ടും ജപ്പാൻ മാർക്കറ്റിന് ഇന്ന് ഹോളിഡേ ആണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ 10 മണിക്ക് ഇന്ത്യയുടെ പർച്ചേസ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഡേറ്റയുണ്ട്. ഇത് ആഗസ്റ്റിൽ നല്ല രീതിയിലുള്ള ഡേറ്റ ഇതിനു മുമ്പ് വന്നിരുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ യൂറോ, UK, US-ന്റെ PMI ഡേറ്റയും ഇന്ന് വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഈ ടെക്നിക്കൽ ഗ്ലിച്ച് വരുന്ന സമയത്ത് ബ്രോക്കേഴ്സിന് അനുകൂലമായിട്ട് ഉള്ള ഒരു ഡിസിഷനെ സംബന്ധിച്ചുള്ള ഒരു പ്രൊപ്പോസൽ സെബിക്ക് പോയിട്ടുണ്ട്. സെബി അക്കാര്യത്തിൽ ഡിസിഷൻ അറിയിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു പ്രൊപ്പോസൽ പോയിട്ടുണ്ട്. ഏതാണ്ട് 47,000 കോടി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈ വർഷം ഉണ്ടാവണം എന്നുള്ളതായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്. മറ്റൊന്ന്, ഡിഫൻസ് GDPയുടെ 2-3% ഡിഫൻസ് എക്സ്പെൻസിന് വേണ്ടി ചെലവഴിക്കണമെന്ന് ഡിഫൻസിന്റെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഹുണ്ടായിക്ക് ഈ നവരാത്രി സെയിൽസ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഹൈ ബുക്കിംഗ് ഉണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. FISന്റെ പൊസിഷൻ, FIS 2 ദിവസത്തെ ബൈങ്ങിന് ശേഷം വീണ്ടും സെല്ലേഴ്സ് ആയിട്ടുണ്ട്. F&O പൊസിഷൻ അവരുടെ സെല്ലിംഗ് തന്നെയായിട്ട് തുടരുന്നു. 87% ഷോർട്ട് പൊസിഷൻ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. പ്രോ ട്രേഡേഴ്സ് പ്രോപ്പറായിട്ട് ഹെഡ്ജാണ്. ക്ലൈന്റ് ലോങ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കുക. മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. 25,000 ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് കണ്ട 25,350, 25,440 ലെവലുകളൊക്കെ റെസിസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കുക. എല്ലാവർക്കും